ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് 1.6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ഒന്ന് നമ്മുടെ ഗോദ ടർഫ് കഴിഞ്ഞ് കോണ സിറ്റി അല്ലെങ്കിൽ പുന്നാട്ട് ക്ഷേത്രം അതൊക്കെ കഴിഞ്ഞ് ഒരു 200 മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി. പിന്നെ കരഭൂമിയാണ്. നമുക്ക് ആ റോഡിന്റെ അപ്പുറത്തേക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൺവേർട്ടഡ് ലാൻഡ് ആണ്. അവിടെയൊക്കെ 7-7.5 ചോദിക്കുന്നിടത്ത് നമുക്ക് സെന്റിന് 5.25 ലക്ഷം രൂപ വെച്ച് ഈ പ്ലോട്ട് കൊടുക്കാം. അപ്പം കസ്റ്റമർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കരഭൂമി നമ്മൾ ഏറ്റവും വിലക്കുറവിൽ ഈ ഒരു ചുറ്റുവട്ടത്തുള്ളതിൽ വിലക്കുറവിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് 5 സെന്റിന് മേളിലേക്ക് വരുന്ന പ്ലോട്ടാണ്. അത് വരുന്നത് 4.8 സെന്റ്സ് വരും. ഈക്വൽ റേറ്റ് ആണ്. സെയിം റേറ്റ്. ഒരേപോലെ വഴി പോകുന്നുണ്ട്. സെന്റിന് 5.25. കാർ ലോറി ആക്സസ് ഉണ്ടല്ലേ? ലോറി അതെ 4 മീറ്റർ വിട്ടുള്ള റോഡാണ്. നമുക്ക് ടാർ റോഡാണ്. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടുകളെല്ലാം ടോട്ടലായിട്ട് ഒരു 11 പ്ലോട്ട് ഇതുപോലെ പ്രവാസികളും നമ്മുടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ 2011 വാങ്ങി അവരൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നതാണ്. ആരും ഇതിനകത്ത് വീടുകളൊന്നും വെക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടുകൾ മാത്രം വീടില്ലാത്തത്. ചുറ്റും നോക്കുകയാണെങ്കിൽ അവിടെ വീടുണ്ട്, ആ സൈഡിലോട്ട് വീടുണ്ട്. അതുപോലെ നമ്മുടെ താഴോട്ട് അവിടെയൊക്കെ ഈ പ്ലോട്ടുകൾ തിരിച്ച് അതിലെല്ലാം പുത്തൻ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നു വെച്ചാൽ അതെല്ലാം 7-7.5 രൂപയ്ക്ക് വാങ്ങുന്ന പ്ലോട്ടുകളാണ്. നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ടാറ്റ LC എന്ന് പറഞ്ഞ് നമ്മുടെ കിൻഫ്രയുടെ അടുത്ത് ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ 400 മീറ്ററേ ഉള്ളൂ. അതുപോലെ അലൻ ഫെൽട്ട്മാൻ സ്കൂളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം. ചന്തവിള ജംഗ്ഷനിലേക്ക് ഇതുപോലുള്ള ബിൽഡിംഗ്സ് അടുത്താണ്. ഹോസ്പിറ്റൽ എല്ലാം ചുറ്റുവട്ടത്ത് കഴക്കൂട്ടത്തിന്റെ പ്രൈം ലൊക്കേഷൻ. പക്ഷെ നമുക്ക് ഇതിനകത്തേക്കുള്ള റോഡ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒന്ന് പൊളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ അതിപ്പോൾ ഈ നിയമസഭ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അത് ടാറിങ് ആവും. അതായത് ഈ പ്രോപ്പർട്ടി എടുത്ത് ഇപ്പോൾ അവരൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ പണി കഴിയുന്നതിനനുസരിച്ച് ആ റോഡെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നതെല്ലാം ക്ലിയർ ആയി. എങ്ങനെ വെച്ചാൽ ആ റോഡ് അത്ര വലിയ ഇതില്ല, എന്നാലും കുഴപ്പമില്ലാത്ത റോഡുണ്ട്. നല്ല വീതിയുള്ള റോഡാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ അത് റോഡിന്റെ വീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡ് ഏകദേശം 9 മീറ്ററോളം വീതിയുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ വന്ന വഴിയും ഇതും വീതിയുണ്ട് കേട്ടോ അത്യാവശ്യം. ഇത് 4 മീറ്റർ ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ വീതി, ഈ വളവുകളെല്ലാം നല്ല വീതി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കിത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് നിളയെ വിളിക്കാം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണ്. പാരന്റ് ഹോംസിന്റെ ബാനറിൽ ഇതിനകത്തൊരു വീട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 55 ലക്ഷം രൂപ ബഡ്ജറ്റ് മുതൽ 5 സെന്റിൽ ഒരു വീടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ആ ഒരു ചെറിയ സ്പെക്കിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇനി അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് കുറച്ചുകൂടെ വലിയ വീടാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ലോ ബഡ്ജറ്റ് ആണെങ്കിലും ചെയ്യാം. ഇതിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് കുറെ കൂടെ വലിയൊരു വീട്, ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് വരുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ വസ്തു അവരുടെ പേരിൽ എഴുതും. അപ്പോൾ അവർക്ക് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും കാര്യങ്ങളും നല്ലപോലെ കുറഞ്ഞിരിക്കും. പിന്നെ അതിനുശേഷം വീടിന്റെ ഓരോ ഘട്ടത്തിൽ അവർക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ബാങ്ക് ലോൺ വേണമെങ്കിൽ അതിന്റെ സൗകര്യം നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ വീട് വെക്കാനായിട്ട് മെയിൻ ആയിട്ട് എല്ലാവർക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പം പാരന്റ് ഹോംസിന്റെ ബാനറിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് 3-4 വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2 വീടൊക്കെ അറ്റ് എ ടൈം വർക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റ് ആയിട്ട് വീട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് 5 സെന്റിന് മേളിലേക്ക് വരുന്ന ഒരു പ്ലോട്ടാണ്. അത് വരുന്നത് 4.8 സെന്റ്സ് ആണ്. ഇതിനെക്കാട്ടും ചെറുതായിട്ട് അത് നല്ല സ്ക്വയർ ഷേപ്പാണ് കേട്ടോ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറി വരുന്നതിന്റെ ഒരു വളവ് മാത്രമുണ്ട്. പക്ഷെ ഇതിലായാലും ഇപ്പൊ വീടാണെങ്കിലോ ഹോസ്റ്റലാണെങ്കിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല നീളത്തിനുണ്ട്. നമുക്ക് എങ്ങനെയാ വെച്ചാൽ ടെക്നോ പാർക്ക് ഇവിടെ നടത്താണ്. അപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്ററിനകത്ത് ടെക്നോ പാർക്കിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. പിന്നെ കാര്യവട്ടം സ്റ്റേഡിയം അതായത് അവിടെ കാണുന്നത് സ്റ്റേഡിയമാണ്. എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒരു 200-300 മീറ്റർ അപ്പുറത്താണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടി. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നിളയുടെ നമ്പറാണ് ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. നേരിട്ട് പുള്ളിക്കാരിയെ തന്നെ കോൺടാക്ട് ചെയ്യുക. പുള്ളിക്കാരി നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ്, സിനിമാ നടിയൊക്കെയാണ്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ പഴുതെന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള നേരിട്ട് വിളിച്ചോ. സെന്റിന് 5.25 ലക്ഷം രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാം.